ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറ് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളിലെത്തണം. വീഡിയോ ഫുള്ളായിട്ട് കാണുക, കമൻറ്റുകളൊക്കെ അയയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പം നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് നമുക്കതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിതിനകത്തൊരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അല്പം പേസ്റ്റും കൂടി ഞാൻ ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടിയും പേസ്റ്റും നമുക്കിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കടുത്ത വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മിക്സിയുടെ ജാറ് തയ്യാറാക്കാം. നമ്മുടെ സിങ്കൊക്കെ ഒന്ന് കഴുകണമെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഈ ഒരു പേസ്റ്റ് ഇട്ട് കണ്ണാടി പോലെ തിളങ്ങി കിടക്കും നമ്മുടെ സിങ്കൊക്കെ. അപ്പം നമുക്ക് അവിടെയൊക്കെ നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്യാം. ഈ ഒരു കൂട്ട് വെച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറ് ഇത് നന്നായിട്ട് ജാറിൻ്റെ അവിടെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് തന്നെ ചെയ്യണം, എന്നാലേ നമുക്കത് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ പറ്റും. ഒരു പഴയൊരു ബ്രഷോ പുതിയതാണെങ്കിൽ നമ്മൾ ഇതിനായിട്ടൊരു ബ്രഷ് മാറ്റി വെച്ചേക്കണം. അപ്പോൾ നമുക്ക് എപ്പോഴും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ കിച്ചണിൽ നമ്മൾ ഈ ഒരു സംഭവം വെച്ചേക്കണം. അപ്പം നമുക്കത് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അങ്ങ് ഇളകി വരും. ഒരുപാട് ആൾക്കാർ മിക്സിയുടെ ജാറിൻ്റെ അടിവശം ഇതേപോലെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. അപ്പം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കഴുകാൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇത് പെട്ടെന്ന് നശിക്കും. നമ്മൾ ഇതേപോലെ ഒരു ലിക്വിഡൊക്കെ തയ്യാറാക്കി ഇതുകൊണ്ടൊക്കെ ചെയ്ത് ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ച് നശിപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് വർഷം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് നമുക്കൊരു ബഡ്സ് ഇട്ടിട്ട് ചെറുതായിട്ട് അവിടെയൊക്കെ ഒന്ന് ഈ ബ്രഷ് കയറാത്ത ഭാഗത്തൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആ അഴുക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. സിമ്പിളായിട്ട് തന്നെ നമ്മുടെ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു ലിക്വിഡ് വെച്ച് നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. അല്ലാതെ വെള്ളം ഒഴിച്ച് ഒന്നും കഴുകേണ്ട, നമുക്ക് ഈ ടിഷ്യൂ തന്നെ വെച്ച് നമുക്ക് കഴുകിയെടുക്കാം. നല്ലതുപോലെ ടിഷ്യൂ വെച്ച് നമുക്കൊന്ന് തുടച്ച് മാറ്റാം. വെള്ളം ഒഴിച്ചൊന്നും കഴുകേണ്ട, നമുക്ക് തുടച്ച് തന്നെ നമുക്ക് മാറ്റാം. നമുക്ക് ക്ലീനാക്കി എടുക്കാം. നമ്മുടെ ഈ മിക്സിയുടെ ജാറിൻ്റെ ബോഡി വാഷ് അടിപൊളിയായിട്ടുണ്ട്, നല്ല നീറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഒരു പുതിയ ജാറിൻ്റെ കൂട്ട് തന്നെ ഫീൽ ചെയ്യും. നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് ഫീലൊന്നും നമുക്ക് വരുന്നില്ല. അതേപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാം. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല നീറ്റാക്കി എടുക്കാം. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒരുപാട് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇരുന്ന മിക്സി ഞാൻ അത് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. അപ്പം ആ ലിക്വിഡിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ ആ പേസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ. അപ്പം എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ കഴുകി വൃത്തിയായിട്ട് എല്ലാവരും ഉപയോഗിക്കുക. അപ്പം നല്ല വീഡിയോസൊക്കെ കാണും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കണ്ട. അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.